ഹായ്. കുറച്ച് ദിവസം മുൻപ് ഞാൻ ജയൻ രവിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജയൻ രവി അവരുടെ അമ്മായി അമ്മ പറയുന്ന പറച്ചിലാണ് നിൽക്കുന്നത്, കാര്യങ്ങളെല്ലാം നോക്കുന്നത്, നിയന്ത്രിക്കുന്നതെല്ലാം അവർ തന്നെയാണ് എന്നുള്ള തരത്തിൽ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നും ഞാൻ ആ വീഡിയോ പറഞ്ഞതിന് ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ. കാരണം ജയൻ രവിയും ആർതിയും തമ്മിലുള്ള ബന്ധം വേണ്ടാന്ന് ജയൻ രവിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ആർതി ബന്ധം വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. ജയൻ രവിക്കാണ് മടുത്ത് വെളിയിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും ജീവിതത്തിൽ മെയിനായിട്ട് നിൽക്കുന്നത് ഈ ഒരു അമ്മായിയമ്മ തന്നെയാണ്, ആർതിയുടെ അമ്മ തന്നെയാണ്. ഈ രണ്ടു പേർക്കും, ഇവർ ഭാര്യ ഭർത്താവിനും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഒന്നിൽ ആർതി വന്ന് സംസാരിക്കണം. ജയൻ രവിയുടെ ഭാഗം വന്ന് സംസാരിക്കുന്നുണ്ട്. ആർതി വന്ന് സംസാരിക്കാമായിരുന്നു. ഈ ഒരു വിധി വന്നതിന് ശേഷവും ആർതിയുടെ അമ്മയാണ് വന്ന് സംസാരിക്കുന്നത്. അത് നമുക്ക് ചിലപ്പോൾ പറയാം അമ്മയാണ്, അപ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മകളുടെ ഭാവിയാണ് തകരുന്നത്, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഈ അമ്മയാണ് വന്നിരുന്ന് സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നത്. 40 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മാസം തോറും 40 ലക്ഷം. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ 40 ലക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. കാരണം അവർ ഭയങ്കര നല്ല ലക്ഷറീസ് ആയിട്ട് ലൈഫ് നയിക്കുന്നവരാണ്. അമ്മ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉള്ളവരാണ്. പക്ഷെ എന്നിട്ട് പോലും ഈ ഒരു എമൗണ്ട് ചോദിക്കുന്നത് എന്തിനാണ് എന്ന് തോന്നിപ്പോയി. കാരണം പിള്ളേരെ പഠിപ്പിക്കണം, എല്ലാം ഞാൻ സമ്മതിക്കുന്നുണ്ട്. അത് അമ്മയുടെ ഭാഗത്തുനിന്നും അച്ഛൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ വേണമല്ലോ. പക്ഷേ എന്നിരുന്നാലും ഒരു 40 ലക്ഷം രൂപ ചോദിക്കുന്നത് എന്തിനാണെന്ന് ആശ്ചര്യപ്പെട്ടു. പക്ഷേ എനിക്ക് കോടതി വിധി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. 3 ലക്ഷമായിട്ട് ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു 40 ലക്ഷം രൂപ മാസം തോറും കൊടുക്കണമെന്ന് പറയുമ്പോൾ അയാൾ എന്തുമാത്രം അധ്വാനിക്കണം. ചിലപ്പോൾ സിനിമകളില്ലാത്തൊരവസ്ഥ വരും. ഒരു സിനിമാ നടനായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ അത് ഫ്ലോപ്പായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫ്ലോപ്പായി എന്ന് തന്നെ വിചാരിക്കും. അല്ലെങ്കിൽ 1-2 പടങ്ങൾ അല്ലെങ്കിൽ 4-5 മാസം കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പടങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അടിക്കടി ഫ്ലോപ്പ് വന്നു 4-3 മാസം ഇങ്ങനെ സിനിമകളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് പൈസ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്? സിനിമ എന്നും മാസം തോറും സിനിമ ചെയ്യണമെന്നല്ലെങ്കിൽ മാസം തോറും സിനിമ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ഒരു നടൻ മാത്രമല്ല തമിഴ്നാട്ടിലുള്ളത്, ജയൻ രവി മാത്രമല്ല, ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും സിനിമ കാണുമല്ലോ. ഈ ഒരു നടൻ മാത്രം ചെയ്താൽ മാസം തോറും 40 ലക്ഷം കൊടുക്കാം. അപ്പോൾ ഈ ഒരു നടൻ മാത്രമാണോ ഇവിടെ ഉള്ളത്? ഒരുപാട് ആക്ടേഴ്സ് ഇല്ലേ? 3-4 മാസം വർക്കില്ലാതിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് മാസം തോറും ഈ 40 ലക്ഷം രൂപ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? കൊടുക്കാതിരുന്നാൽ അതിനി അടുത്തൊരു കേസുമായിട്ട് അവർ പോകത്തില്ലേ? ആ ഒരു കാര്യം ഞാൻ ചിന്തിച്ചതാണ്. കാരണം എപ്പോഴും ഇങ്ങനെ 40 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. കാരണം അതൊരു നല്ല വലിയൊരു എമൗണ്ട് ആണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും. അവർക്കൊക്കെയും അവർക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. കാരണം ആർതി ഭയങ്കര വലിയൊരു ഫാമിലിയിൽ ജനിച്ചവരാണ്. പക്ഷേ ജയൻ രവി അങ്ങനെയല്ല. അയാളൊരു സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സിനിമയിലൂടെയാണ് അദ്ദേഹമാണ് ബിൽഡ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ കൂടുതലും ഇവർക്കൊപ്പം നിന്നാണ് പടങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ അമ്മ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നിയത് മരുമകനൊരു സിനിമ ചെയ്തു. ഈ സിനിമയ്ക്ക് 10 ലക്ഷം രൂപ റെമ്യൂണറേഷൻ അവിടെ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവരുമായി ചെയ്യുന്ന പടത്തിന് 12 ലക്ഷം രൂപ വാങ്ങും. അല്ലെങ്കിൽ അതിൽ കൂട്ടിയേ അവർ വാങ്ങാറുള്ളൂ എന്നൊരു തരത്തിൽ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ പറയാം, ഈ സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയിലുള്ളവർ ഇപ്പോൾ ഇത്ര റെമ്യൂണറേഷൻ കിട്ടിയാലേ അവൻ അഭിനയിക്കത്തുള്ളൂ. 1-2 പടം ഹിറ്റായി കഴിഞ്ഞാൽ ആ ഒരു പറച്ചിൽ വരും. അത് ചിലപ്പോൾ കൊടുക്കണമെന്നില്ല, അത്രയും എമൗണ്ട് അവരുടെ കയ്യിൽ കൊടുക്കണമെന്നില്ല. പക്ഷേ ഒരു പറച്ചിൽ വരുമല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി വരും. ഇത്ര കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം അത് ജയൻ രവി തന്നെയാണ് പറയേണ്ടത്. പിന്നെ പിള്ളേരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. മകന് വിദേശത്ത് പോയി പഠിക്കണം. അവന് ടിക് ടിക് എന്ന് പറയുന്നൊരു സിനിമ ആരവാണെന്ന് തോന്നുന്നു, മൂത്ത കുട്ടി, കൂറുമ്പ അതിലുള്ള കുട്ടി, ജയൻ രവിയുടെ.
അപ്പോൾ അവന് സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ സിനിമാ മോഹം ഭയങ്കരമായിട്ട് തലയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അവന് ലണ്ടനിൽ പോയി കോഴ്സ് ചെയ്യണം. അപ്പോൾ അതിന് പാസ്പോർട്ട് എടുക്കാനായിട്ട് അമ്മയുടെയും അച്ഛൻ്റെയും സൈൻ വേണം. അപ്പോൾ വിളിച്ച് പറയുന്നുണ്ട്, ജയൻ്റെ വീട് അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ ജയൻ്റെ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജയൻ്റെ വന്നില്ല. ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് കോട്ടുമൂലമാണ് അങ്ങനെ ഒരു സൈൻ വാങ്ങിച്ചെടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ സത്യാവസ്ഥയാണോ എന്നുള്ള കാര്യം തോന്നിപ്പോകുന്നുണ്ട്. കാരണം ആദ്യത്തെ തലത്തിൽ ചിലപ്പോൾ ജയൻ്റെ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അയാളുടെ മാനസികാവസ്ഥ നമുക്കറിയില്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ മക്കളെ അയാളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ചിലപ്പോൾ വിദേശത്ത് പറഞ്ഞയക്കുന്നതാണോ, ആ ഒരു രീതിക്ക് അയാൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇവരുടെയൊക്കെ സ്വഭാവങ്ങളും അല്ലെങ്കിൽ ഇവരുടെ രീതികളൊക്കെയും അയാൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതൊരു അച്ഛനും വന്ന് സൈൻ ചെയ്യാൻ വരത്തില്ല. അത് എന്ത് വലിയ കാര്യമെന്ന് പറഞ്ഞാലും സൈൻ ചെയ്യാൻ വരത്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഇവർ മക്കളെ അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അങ്ങനെ ചെയ്തില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ അച്ഛൻ ചെയ്തത് അപ്പം അച്ഛനെ നിങ്ങളടുത്ത് ഇഷ്ടമില്ല, ആ ഒരു തരത്തിലായിരിക്കും. കാരണം ഇവർ പറയുന്നുണ്ട് ജയൻ രവിക്ക് മക്കളെ കാണാൻ സമ്മതിക്കുന്നില്ല, ജയൻ രവിയെ മക്കളെ കാണാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നുണ്ട് അത് മക്കൾക്ക് കൂടെ അങ്ങനെ തോന്നണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, കാരണം മക്കളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. അച്ഛൻ അങ്ങ് വന്നില്ലല്ലോ, അല്ലെങ്കിൽ അച്ഛൻ ഇത് ചെയ്തില്ലല്ലോ, അപ്പോൾ നിങ്ങളടുത്ത് ഇഷ്ടമില്ല അല്ലെങ്കിൽ നിങ്ങളടുത്ത് സ്നേഹമില്ല, ആ ഒരു തരത്തിൽ ഇവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അല്ലാതെ പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവോ വരാനായിട്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല. കാരണം പിള്ളേരുമായിട്ട് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഭാര്യയുമായിട്ടോ അല്ലെങ്കിൽ അവരോടുമായിട്ടാണ് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. മക്കളെപ്പോഴും മക്കൾ തന്നെയാണ്. ഈ ധനുഷിൻ്റെയും ഐശ്വര്യയുടെയൊക്കെ കാര്യം എടുത്ത് നോക്കി, അവർ വേർപിരിഞ്ഞു. പക്ഷേ മക്കളുടെ ആവശ്യത്തിന് അവർ രണ്ടുപേരും ഒത്തൊരുമിച്ചാണ് വരുന്നത്. ഫങ്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യത്തിന് അവരൊരുമിച്ചാണ് വരുന്നത്. അവരുടെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എങ്ങനെയോ ആയിക്കോട്ടെ, അവരുടെ ജീവിത രീതികൾ എങ്ങനെയോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ മക്കളെ അവർ നല്ല രീതിയിൽ വളർത്തുന്നുണ്ട്. അവരുടെ എന്താവശ്യത്തിനും കൂടെ നിൽക്കണം. കാരണം അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം അമ്മയുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കണം, അച്ഛൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ആ രീതിയിൽ തന്നെയാണ് വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയാണ് ഇവർക്കും വേണ്ടത്. കാരണം ഇവിടെ പണമുള്ളവന് ഒരു നിയമം, പണം ഇല്ലാത്തവന് ഒരു നിയമം, ആ ഒരു രീതി കാണിക്കരുത്. ഭയങ്കര വിഷമത്തോടെയൊക്കെയാണ് ഇന്ന് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾ 3 ലക്ഷം, നമ്മൾ 40 ലക്ഷം ഒന്നും ചോദിച്ചില്ല, ഒരുപാട് കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കടങ്ങൾ നമുക്ക് തീർക്കണ്ടേ, ജയൻ രവി കടം എടുത്തിട്ടാണ് പോയത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ജയൻ രവിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു ഡാൻസ് കളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണാൻ. കാരണം എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി. കാരണം ആ ഒരു സന്തോഷത്തിൽ തന്നെ ആയിരിക്കും ജയൻ രവി അല്ല, രവി മോഹൻ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് വിഷമിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അയാൾക്കൊന്നുമില്ലാത്ത എല്ലാവരും, അദ്ദേഹത്തിന് ഭാര്യയുടെ പിന്തുണയില്ല. അതിനുശേഷം വേറൊരു തോഴിയായിട്ട് കെനീഷ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു, അവരും പോയിട്ടുണ്ട്. അപ്പോൾ ആരും ഇല്ലാത്ത ഒരു സ്ഥിതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര അധികം ഇമോഷണലായിട്ടാണ് അദ്ദേഹം പബ്ലിക്കിനോട് വന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വെച്ച് അയാൾക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അത്രയ്ക്കും ഇമോഷനായിട്ടാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രം നീതി കിട്ടിയാൽ പോരാ, ആണുങ്ങൾക്കും നീതി കിട്ടണമല്ലോ. എപ്പോഴും നിയമം പെണ്ണുങ്ങൾക്ക് ഒപ്പം മാത്രം നിന്നാൽ അത് നീതിയാവില്ല. പെണ്ണെന്ത് പറഞ്ഞാലും ഓക്കെയാണ്, അല്ലെങ്കിൽ പെണ്ണെന്ത് ചെയ്താലും ഓക്കെയാണ് എന്ന് പറയുന്നതും തെറ്റ് തന്നെയാണ്. കാരണം നീതിയും ന്യായവും ആരുടെ ഭാഗത്തുണ്ടായിരുന്നാലും, അത് സ്ത്രീക്കുണ്ടായിരുന്നാലും പുരുഷനുണ്ടായിരുന്നാലും ആരുടെ ഭാഗത്താണോ ഉള്ളത് അത് കൃത്യമായിട്ടും കിട്ടണം. പുരുഷന്റെ ഭാഗത്തുണ്ടോ പുരുഷന് കിട്ടണം, അല്ലെങ്കിൽ പെണ്ണിന്റെ ഭാഗത്തുണ്ടോ പെണ്ണിന് കിട്ടണം. സ്ത്രീക്കും പുരുഷനും നിയമം ഒന്ന് തന്നെയാണ്. പണം ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്ത്രീ എന്ന പരിഗണനയോ അത് കൊടുത്ത് ആരും നിയമത്തെ വിലക്കെടുക്കാനായിട്ട് ശ്രമിക്കരുത്. അപ്പോൾ ഈ ഒരു വിഷയം എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്.